കുട എടുത്തോ? ഫോൺ എടുത്തോ? വണ്ടിക്കൂലി എടുത്തോ? അവിടെ എന്താ ചെയ്യണ്ടെന്നറിയുമോ? ചുമ്മാ നിനക്ക് ഒരു പുഷ്പാഞ്ജലി, അർച്ചനയോ പുഷ്പാഞ്ജലിയോ ഇതൊന്നും അറിയത്തില്ലേ നാരായണി? അങ്ങനത്തെ അർച്ചനയോ പുഷ്പാഞ്ജലിയോ എന്നാ ഇതിൽ കൂടെ അല്ലേ പോന്നേ? അവിടെ തെന്നി കിടക്കുവാണോ? തെന്നാതെ പതിയെ പോണം. ആണല്ലേ? കൊള്ളാം, നല്ല കിട്ടോ. എന്നാ ആര് എവിടെ ഉണ്ട്? അത് എന്നാ വാ. അല്ല നീ അതിനിപ്പോ എന്നാ, നീ ഒന്ന് തുറന്നിങ്ങോട്ട് വാ, തുറക്ക്, ഇങ്ങോട്ട് വാ. നീ എന്തിനാ പേടിക്കുന്ന? അതിന് ചെറിയ ചേട്ടനുണ്ടല്ലോ അവിടെ. ഓ ആ വരുന്നുണ്ട്. പിന്നെയോ വന്നു 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 നിന്നെ കണ്ടപ്പോ പട്ടി ഓടി. സിംബ ഉണ്ടായില്ലടാ, അവളിപ്പോ പോയിട്ടില്ല, ഉണ്ട്. നിന്നെ കണ്ടപ്പോ പട്ടി ഓടി വന്നിട്ടാണ് നീ പട്ടിയെ കണ്ടോടുന്നത്. എന്നാ പേടിയാണോ? ദാ പോയി, നീ മിണ്ടായിരി. മതി 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 മതി, വീട്ടു കൊടുക്ക്. ഏട്ടോളാം വരുക. ക്ഷമിക്ക് ക്ഷമിക്ക് ചേട്ടാ, ക്ഷമിക്ക് ക്ഷമിക്ക്, പാവം. എല്ലാം താഴുന്നുണ്ട്, അവിടെ കണ്ടില്ലേ? വീണ്ടും ഇന്ന് കുട്ടിക്കാലത്ത് ഇന്ന് കണ്ടോ രാവിലെ നല്ല വെയിൽ. ഇന്നലെ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നല്ലോ, അവിടെ അത്യാവശ്യം മഴയൊന്നും പെയ്തില്ല, വെയിലൊക്കെ ആയിരുന്നു. വലിയ വെയിലല്ല, എന്നാലും വെയിലുണ്ടായിരുന്നു. മഴ പെയ്തതേ ഇല്ല, വൈകിട്ട് ഊരുന്ന വഴിക്കാൻ മഴ പെയ്തേ. പക്ഷെ ഇവിടെ മുണ്ടകത്ത് ഇവരൊന്നും ഇന്നലെ വെയിൽ വന്നിട്ടില്ലെന്ന് പറയുന്നത്. എന്നാ സത്യം, എന്നാ സംഭവം നടത്തില്ല. ഇവിടുത്തെ കാലാവസ്ഥ വ്യത്യാസമാണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ കാറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ മാത്രമായിട്ട് മാറും. ഇന്നിപ്പം കുറച്ച് വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അജയം വന്നിരിപ്പുണ്ട്. ഒരു മണിക്കൂറായിട്ട് വെയിറ്റിംഗ് ആയി റോഡിൽ, ഇതുവരെ വന്നിട്ടില്ല.
പൂച്ചയും കണ്ടു. ഭയങ്കര കറക്കം ഒരു തട്ടിപ്പ് കിട്ടിയതും പറഞ്ഞ് നടക്കാനുണ്ട്. കാലിബർ സൂപ്പർ വണ്ടിയാണ്. കാലിബർ കവാസാക്കി, നേരിട്ട് കവാസാക്കിയാണ്. അന്നേരം ഒരു സൈഡിലോട്ടൊന്ന് വെട്ടി ഇതിപ്പോ ഇങ്ങനെ വെച്ച വണ്ടി ഇങ്ങനെ ഒരു രണ്ട് ഇന്നലെ പോയായിരുന്നു. പക്ഷെ ഇന്നലെ രാജേഷ് ഇല്ലായിരുന്നു. അതുകൊണ്ടത് നോക്കാം. വണ്ടി കൊണ്ടില്ല. ഒരു ബ്രൗൺ പാറയിലോട്ടുണ്ടായിരുന്നു. നീ അളിയൻസ് കാണുന്നുണ്ടോ? ഞാൻ നിർത്തി വെക്കട്ടെ. നീ കാണുന്ന അതെ പിന്നെ ആനർജിയുടെ അവിടെ പോലെ നീ ടി വി കാണുന്നുണ്ടോ? ഇല്ല അല്ല, നീ ടി വി കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പോയി കാണും. കൊച്ചു അടയ്ക്കാൻ മേലായിരുന്നോ? ആ ശരി കേട്ടാ മതി. ശ്യാമളമ്മ പയ്യക്ക് പോവാ. കാഞ്ഞിരപ്പള്ളി വരെ ഞാനും. എന്തിനാ ഇത് കുത്തുന്നേ? ഞാൻ ദേവികുഞ്ഞമ്മയുടെ വീട്ടിൽ പോവല്ലോ. ആ പോകുമ്പോഴല്ലേ നമുക്ക് ആലോചിക്കാം. ഓക്കെ അമ്മ ഒരുങ്ങട്ടെ. അമ്മയും കൂടെ പോട്ടെ. പോയിട്ടേ വരാം. നിക്ക കൂട്ടാച്ചാണമ്മേ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് പോയപ്പോ ഷാളുണ്ടല്ലോ, ഇങ്ങോട്ട് വന്നപ്പോ ഷാൾ എന്ത് ചെയ്യും? എന്നാ ഗേറ്റിന്റെ അവിടെ എന്നാ പാമ്പോ? ചേരയായിരിക്കും. അയ്യോ അവള് പിന്നെ ആരെങ്കിലും ചോദിക്കൂ അല്ലേ? നിന്റെ അമ്മയ്ക്കാണ് ബോധമില്ല. എനിക്ക് വയ്യെങ്കിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാനുണ്ട്. ഇത് നമ്മ രണ്ടുപേർക്കും വയ്യെങ്കിൽ നാരായണയുണ്ട്. സ്കൂളിൽ പോയിട്ട് പണിയൊക്കെ ചെയ്തിട്ട് കൊച്ചു സ്കൂളിൽ പോകും. പഴയ പണ്ടത്തെ പിള്ളേർ. ഇതാ തുറന്നിട്ടേക്കുന്നേ? ഇതാരിപ്പോൾ തുറന്നേ? ആ ബെസ്റ്റ്. വേറെ ഒന്നല്ല, ഇതിനകത്ത് എലി കയറുന്നുണ്ടെന്ന്. നല്ല മഴയാണെങ്കിൽ ജനൽ അടച്ചിട്ടേക്കണം. അങ്ങോട്ട് എരിച്ചിൽ എടുക്കും കേട്ടോ. ആ എരിച്ചിൽ കയറുന്നു. എരിച്ചിൽ അല്ല എരിച്ചിൽ കയറും. മനസ്സിലായല്ലോ? കയറി പൊടി വേ. ചോറ് കൊടുക്കണ കുഞ്ഞിന്. മോനെ ചോറ് കൊടുക്കണം, പാല് കാച്ചണം. ഇതേ ഉള്ളൂ നിന്റെ മണി ഇപ്പോൾ തൽക്കാലത്തേക്ക്. തുണിയൊക്കെ അമ്മ വെച്ചിട്ടില്ലേ? തുണിയൊക്കെ അമ്മ വിരിച്ചിട്ടായിരുന്നു. നീ വളരെ മുമ്പ് വിരിച്ചിട്ടായിരുന്നു. പിന്നല്ല അയ്യോ. ആ പോ. ഒരു കാര്യം മറന്നുപോയി എടുക്കാൻ. അത്യാവശ്യ സാധനമാണ്.
പാമ്പൻ എപ്പോഴും അതൊക്കെ എൻ്റെ ഇതിനകത്ത് എപ്പോഴും ഉണ്ടല്ലോ. പാമ്പനെ എവിടെ കണ്ടെന്നാണോ പറഞ്ഞേ? പാമ്പ് അവിടെ കണ്ടപ്പോൾ അവിടെ നമ്മുടെ ഇതിനകത്തോട്ട് കയറി. ഇങ്ങോട്ടോ? അതെ, ആ മൂലയോട്ട് കയറി. അങ്ങോട്ട് ഇറങ്ങി കറുത്താണോ പറഞ്ഞു. അല്ല ഈവനാണോ നീർക്കോലിയാണോ? പെട്ടെന്ന് വന്നെന്ന് പറഞ്ഞു. ഇവരൊക്കെ പാമ്പിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ രാവിലെ പോകുന്ന അപ്പം തിരിച്ചു വരുന്ന പോലെ തന്നെ അത്രേ ഉള്ളൂ. ജോലിക്ക് രാവിലെ പോകുന്ന ചേട്ടാ വൈകിട്ട് തിരിച്ചു വരുന്ന പോലെ ഉള്ളൂ. പാമ്പ് വരുന്നതും പോകുന്നതൊക്കെ. പിന്നെ മൂർഖനാണോ രാജവെമ്പാലയാണോ എന്ന് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി വരുമ്പോൾ ശാംഭവിയും കൂടെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണണം. അങ്ങനാണ്. അവളുടെ മറ്റേ SBI അക്കൗണ്ടില്ലേ, ഇതിപ്പോൾ സ്കൂളിൽ നിന്ന് എടുത്ത അക്കൗണ്ട് ആയതുകൊണ്ട് ആദ്യം ഇതാണ് കൊടുത്തത്. മറ്റേ സ്കൂളിലില്ലേ SBI അക്കൗണ്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നേ. ഇതിപ്പോൾ ഇവിടെ വരണം നമ്മൾ. മറ്റേ മുണ്ടക്കയത്തുണ്ട്. അത്യാവശ്യം കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വരും. ഇന്നെല്ലാം പുല്ലെല്ലാം വെട്ടി. ഈ ചെടി കണ്ടോ? ഇതിൻ്റെ മരമാണിത്. മണ്ണാണ്. വർഷങ്ങളായ സാധനം. പനിനീർച്ചാമ്പ. നോക്കിക്കാണിച്ച് നോർത്ത് കാണിച്ചത് അത് ശരി. പിന്നെ അവൾക്ക് പൊക്കമുണ്ടല്ലോ ഇപ്പം. ഇത് വലുതാണോ? അത് വലുതാ. ഉത്സവത്തിൻ്റെ ആളായിരുന്നു. ഓ എൻ്റെ അമ്മച്ചി.
അവിടെ ഉത്സവം വരുന്നത്. ഉത്സവം കിട്ടിയോ? ഇവിടെ എത്ര നേരം നിന്നിട്ടാണ്. അതിനെന്നറിയോ ബില്ല് അവരടിച്ചിട്ട് തന്നെ വിളിക്കുമോ, ബില്ല് കൊടുക്കുമല്ലേ ചെയ്യുന്നത്. എത്ര നേരം നിന്നറിയോ. അമ്മ എന്തോ ഇത് ഇത്രയും തിരക്കോ. പ്രശ്നമാണല്ലോ. ഇതാണോ എനിക്ക് ഇവിടങ്ങൾ എത്രയൊക്കെ ഈ ഏരിയയിൽ മുണ്ടക്ക ഏരിയയിലാണേലും കാഞ്ഞിരപ്പള്ളി പൊൻകുന്ന് എവിടെയൊക്കെ എന്തൊക്കെ തുണിക്കടകൾ വന്നാലും ഈ കടയിൽ വർഷങ്ങളായിട്ടുള്ള തിരക്ക് ഇന്ന് വരെ മാറിയിട്ടില്ല. അതാണ് കാഞ്ഞിരപ്പള്ളി പുൽപ്പേൽ. എന്തോ എന്തമ്മ ഇന്ന് പിള്ളേരോ വല്ലതും ഉണ്ടോ? എല്ലാ പ്രശ്നം കൊടുക്കുന്ന സ്ഥിരമുള്ളതാണല്ലോ പുള്ളിക്കാരിയുടെ. സ്ഥിരമുള്ളതാണല്ലോ. ഒന്നുമില്ല. അമ്മ ഇച്ചിരി വെള്ളം കുടിക്കണം, എനിക്ക് വയ്യ, മടുത്താണ്ട്. തുണിക്കടയിൽ കയറി മടുക്കുവാണെങ്കിൽ അത് ഇവിടെ വന്നിട്ടാ. എൻ്റെ പൊന്നെ എത്ര നേരം നോക്കിയാ. ഇതൊന്നും അല്ല. ചെരുപ്പ് പോന്നു. എന്നെ നോക്കി നടക്കുന്നതെന്ന് ആദ്യം പറ. ആ എടുക്കണം. നേരെ നോക്കി നടക്കൂ. വെച്ചിട്ട് വന്നിട്ട് എന്നാ ഒന്നും എന്നാ മേടിക്കാനോ. റിസ്ക് ഒന്നും വേണ്ട. പിന്നെ റിസ്ക് ഒന്നും അവള് അമ്മ വേണ്ട അമ്മ. അമ്മ പൊക്കോട്ടെ. നോക്കി അപ്പുറത്തോട്ട് പോവും. അങ്ങോട്ടും ഒക്കെ വണ്ടി കിടക്കുന്നു. ഇതെന്താ ഡാൻസ് കൂടെ കളിക്കും. നിനക്കറിയാവുന്ന പാട് നീ നടന്നു മതി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവിന്ന നിന്നെയും പിന്നെയും തോന്നുന്ന നേരം പുഞ്ചിരി പോകി വന്നു. കാണാതെ വയ്യെന്ന് തോന്നലുമായി കണ്ടിട്ടും തീരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേ നിറഞ്ഞു, തീ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ തോന്നലുമായി കണ്ടലായി കൊണ്ടലായി മിന്നലം. സൂപ്പർ പ്രമോദിന്റെ വിനോദിന്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത പാട്ട് നെക്സ്റ്റ് അടി നടന്നുകൊണ്ടൊക്കെ പാടുന്നതാണ്. പഠിക്കോ ശകലകാല ബന്ധം തന്നെ. പിന്നെ നിനക്ക് മറ്റേ പാട്ട് അറിയാം. മറ്റേ പാട്ടില്ല നിനക്കറിയാമോ? ആഷിഖ് ബനാല്. അതൊന്നും അറിയത്തില്ല.
ഞാൻ അടുത്ത പാട്ടില്ല. ഉണ്ണിച്ചേട്ടൻ ഒരു പാട്ട്. എനിക്ക് അറിയത്തില്ല, ഞാൻ ഗാനമല്ല. ചേട്ടൻ ഡാൻസ് എനിക്ക് ഡാൻസ് അറിയത്തില്ല. ഞാൻ ഈ പുറത്ത് നിന്നിട്ട് എങ്ങനെയാ ഡാൻസ് കളിക്കുന്നത്? നീ പാട. നേരത്തെ പാട്ട് പാട്. ഈ സമയമുണ്ടോ അവിടെ വരെ? അതെ, ഞാൻ വണ്ടി പിടിച്ച് ഞാൻ പാട്ടില്ല. അതെ. അങ്ങനെ ആരാ മിസ്റ്റേക്ക് നടക്കുന്നത്? പാട് പാട്. ഇതൊന്നും പോരാ. നീ യാത്ര പോണം. ഒരു പാട്ടോടെ പാടാ. ഇന്ന് നിർബന്ധിക്കാമല്ലേ? എന്നാ നല്ല പാട്ടായിരുന്നു മുമ്പ്. കൂട്ടറങ്ങോട്ട് കയറ്. ഇന്ന് നിനക്ക് വളയുവാ. കീച്ച് പാടറാ. ഇനി ഒറ്റ പാട്ട് കൂടെ പാടിയാൽ മതി. പാട്. ഹിന്ദി അറിയത്തില്ലാത്തതുകൊണ്ട് രക്ഷമുണ്ട്. അത് ഞാൻ പോവുകയും ചെയ്ത്. എന്താ ചോദിച്ചാ കൊച്ച് ക്യാമറ കണ്ടിട്ടാ. വണ്ടി ഇരുത്തി പാടണം. മിനുങ്ങും മിന്നി മിന്നി അത് വേറെ ഉണ്ട്. വരുമോ ചായ നിന്നച്ചൻ ഇത് നീ പാടിയതല്ലടാ ഒന്ന്. വിരികളിലാദ്യം അജയനെ വട്ടം പിടിക്കുകയാണ്, അതിൽ കൂടുതൽ കിട്ടും. പിന്നെ ഞാൻ എന്തിനാന്ന് ഓർത്തിട്ടാ. അതിനെ വെച്ച് അജയൻ മഴ ആണോ? എന്നാ പൊക്കിക്കാ നോക്കട്ടെ. കൈന്ന് കൂടെ ഇട്ടിട്ടാണ്. അടിച്ചു പറിച്ചെടുക്കുവോ? പോവാണ് എന്നല്ലേ നേരത്തെ? അവന്റെ കേർത്താമസം ബേബിയുടെ. ആ അപ്പൊ എന്ന് സെറ്റാ. സെറ്റാ. അതിനെ സന്തോഷം നോക്കിയേ ആ മുഖത്തെ. അത് ഞാൻ പോകുന്നില്ല. നാളെ ബേബിയുടെ കളി കിണറൊക്കെ നിറഞ്ഞ നിൽക്കുന്നു. ഇവൻ തന്നെയാ കുറെ പൈസ ഒക്കെ ഇത്തിരി കൊടുത്തു. എല്ലാവരോടും നീ എവിടത്തും പോകുന്നില്ല. അവിടെ ഒന്നുമില്ലല്ലോ, വേറെ ആരും അല്ലല്ലോ. ഇവിടെ പണിയുന്നതാണ്. ജോലി ചെയ്യുന്നൊരുത്തരല്ലേ ബേബി? ഓ ഇത് ചെറുതാസം വിളിച്ചില്ലേ? വിളിച്ചില്ല. ഇല്ലേ? എന്നെ വിളിക്കാൻ വിട്ടുപോയതാണോ? കോട്ടയം പോവാന്നാ. അത് കഴിഞ്ഞ് ഇല്ലില്ല. നമ്മളെ മറ്റേ വീട്ടിലോട്ട് കയറിയില്ല. അന്നേരം നമ്മള് കോട്ടയല്ലേ എല്ലാം കണക്കാല്ലേ. അന്നേരം ഞാൻ പറഞ്ഞു നീ ആ ഗ്രൂപ്പിൽ കയറിയില്ലേ എന്ന് ചോദിച്ചു. അന്നേരം വോയിസ് ചെയ്തു. ആരെപ്പോലും രണ്ടൊന്നര
പാലിന്റെ അതായത് നല്ല തൈമരത്തിൽ ഹലോ. കിട്ടുന്ന പാലിന്റെ എന്തേലും ആ ഇതിലെ വീടൊക്കെ അറിയാം പോണം. അതിലെ പോയ വണ്ടി തട്ടാൻ സ്ഥലമുണ്ടോ? ആ പോയി നോക്കാം. അതുകൊണ്ട് നമുക്ക് എല്ലാം മാറ്റി